ബിന്ദുരാജ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1858 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സാദത്ത് സൈഡ്, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ സൈഡ്സ് ഹോമിയോപ്പതി, കൊച്ചിൻ ബ്രാഞ്ച്, ആലുവ. ISKയുടെ മുൻ ഫാക്കൽറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 27 വർഷത്തെ ചികിത്സാ പരിചയം. സാദത്ത് ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണ് ഇന്നുള്ളത്. ഇതിനോടകം അനേകം വിലപ്പെട്ട ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുള്ള ഡോക്ടറിൽ നിന്ന് ഇന്ന് നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ സാദത്ത് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തു. സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. എന്തായാലും എല്ലാരെയും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എല്ലാരും ചെറുപ്പമായിരുന്നു. നമ്മുടെ 5th സെലിബ്രേഷന് അതെ അതെ, എല്ലാരും ചെറുപ്പം, നല്ല ഊർജ്ജസ്വലരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ലൊരു ക്ലാസ്, ഇന്നൊരു ഫ്രഷ് സാധനം തന്നെ വെച്ച് നമുക്ക് തുടങ്ങാം കേട്ടോ. ഈ ഫോട്ടോ കാണാമോ? കാണാം സാർ. ഇത് ഒരു 15 ദിവസം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണേ. ഇത് വെച്ച് തന്നെ തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നമ്മള് 2 ദിവസം മുമ്പ് കിട്ടിയ ഫോട്ടോ, ഇന്നലെ കിട്ടിയ ഫോട്ടോ ആണത്. ബിഫോർ ആഫ്റ്റർ ഇത്രയും ഡിഫറൻസ് നമുക്ക് 15 ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും. ശരിക്ക് ഈ ഒരു കേസ് ഞാൻ ശരിക്കും വൂണ്ട് കണ്ടിട്ടില്ല. എൻ്റെ ഒരു പഴയ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ ഇവരിവിടെ വന്നപ്പോൾ വേറെ എന്തൊരു ആവശ്യത്തിന് വന്നപ്പോൾ എൻ്റെ ക്ലിനിക്കിലോട്ട് വെറുതെ കയറിയിട്ട് അവർക്ക് ബോഡി പെയിനാന്നൊക്കെ പറഞ്ഞ്, ബോഡി പെയിനിലുള്ള മരുന്ന്, ഉറക്കം കിട്ടണ്ടെന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചത് എന്താ കാലിലൊക്കെ ചെയ്ത് വെച്ചിട്ട്. അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു ദിവസം ഒരു പണി മരുന്ന് കൊണ്ടു, അത് എന്തായാലും ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 15 ദിവസം മുമ്പ് അവർക്ക് മരുന്ന് കൊടുത്തതാണ്. അതിൻ്റെ വീഡിയോസും ഓഡിയോ ഒക്കെ അവർ ഓഡിയോ റെക്കോർഡായിട്ടാണ് ആദ്യം ഇട്ടത്. ആ മരുന്ന് കഴിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞു, പെയിൻ ഒക്കെ കുറഞ്ഞു, അതിന്റെ ഗ്രാനുലേഷൻ ടിഷ്യൂ ഒക്കെ വന്നു തുടങ്ങി. ഇന്നലെ എനിക്ക് മരുന്ന് രണ്ടാമത് അയച്ചു തരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇന്നലെ എനിക്ക് അയച്ചു തന്ന കാലിന്റെ ഫോട്ടോ ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത് ഇവിടെ കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ബാക്കി അൾസർ കേസുകൾ കുറച്ചുണ്ട്, പക്ഷെ ഞാൻ പണ്ടും കാണിച്ചതാണ്. പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചോണ്ട് പോവാന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് തുടങ്ങണത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിസൾട്ട് കിട്ടിയിട്ട് ഞാനത് ഫ്രഷ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ഇട്ടത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, കുറച്ച് നാൾ മുമ്പ് ഞാൻ ക്ലാസ് എടുത്തതാണ്. ഒന്നും കൂടി വേണമെങ്കിൽ റിവൈൻഡ് ചെയ്യാന്ന് മാത്രം. വെരിക്കോസ് അൾസേഴ്സ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ തിയറട്ടിക്കലി ഒന്നും പോണില്ല, ഇത് മതി. ഫോട്ടോ കണ്ടാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്താ വ്യത്യാസം, എങ്ങനെയാണ് വ്യത്യാസം. ഓക്കെ, ഇത് ഞാൻ ഇംഗ്ലീഷിലും കാണിച്ചതാണ് ഈ കേസ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോ ശരിക്കും ഒന്ന് കാണിക്കാൻ, അത് ഇന്നലത്തേതാണ്. അതുകൊണ്ടാണ് വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസർ, അത് ഡയബറ്റിക് അൾസർ ആണ്. ഡയബറ്റിക് അൾസർ ആയിട്ട് പോലും 15 ദിവസത്തിനുള്ളിൽ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ആ കാണിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ക്ലീനിങ്ങും അതിനൊക്കെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയാണ് ഹോമിയോപ്പതി. ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഷെയറിങ് നിർത്തി. ഓക്കെ, ഇത് കാണാമോ? ഇല്ല, സ്ക്രീൻ. അപ്പൊ ജൂനിയേഴ്സിനോട് പറയാനുള്ളതാണ്, ആ കേസുകൾ വരുമ്പോൾ നിങ്ങൾ ഒരു കേസും നമ്മൾ കളയണ്ട. ഞങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഇപ്പൊ കാണാലോ.
ഇപ്പൊ ഫാറ്റി ലിവറിന്റെ കാണുന്നത്. ഫാറ്റി ലിവർ അതൊരു കേസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു ഫാറ്റി ലിവറിന്റെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് ചാർട്ട് റെഡിയാക്കിയതാണ്. കാരണം നമ്മൾ ഫാറ്റി ലിവറിന് മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും അതിനോടനുബന്ധിച്ച് നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫാറ്റി ലിവറിന് ഡയറ്റ് ചാർട്ട് ഉണ്ടോ? ഡയറ്റ് ചാർട്ട് കറക്റ്റ് ആയിട്ട് നമുക്കുണ്ട്. ഫാറ്റി ലിവറിന്റെ ഡീറ്റെയിലോട്ടും തിയറിയിലോട്ടും ഞാൻ ഒന്നും പോണില്ല. ഞാൻ ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഡയറ്റ് ചാർട്ട് മാത്രം. ഓക്കെ, അപ്പൊ ഫാറ്റി ലിവറിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? കേരള ഡയറ്റിലോട്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഡിന്നർ ഏതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഫുഡ്സ് ടു ഇൻക്ലൂഡ് അതുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, ലീൻ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, ലോ. അത് ഇതിന്റെയൊക്കെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ ചെയ്യണം. നമ്മള് ഈ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ വെറുതെ മരുന്ന് മാത്രം പോരാ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഡയറ്റ് ചാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അവരോട് ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. യു ക്യാൻ ചാർജ് ചെയ്യേണ്ട അതിന്റെ അല്ല. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ കമ്പീറ്റ് ചെയ്യണ ഒരു ഫീൽഡ് ഉണ്ട്. നമ്മൾ കമ്പീറ്റ് ചെയ്യണത് ഒന്ന് നമ്മളോട് തന്നെ, രണ്ടാമത് ബാക്കിയുള്ള സിസ്റ്റം. നമ്മൾ കമ്പീറ്റ് ചെയ്യണത് നമ്മളുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത്, നമ്മൾ കമ്പീറ്റ് ചെയ്യണത് അടുത്ത സിസ്റ്റമായിട്ട്. പിന്നെ നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് എവറി ഡേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എവറി ഡേ നമ്മൾ ക്ലിനിക്കിൽ അപ്ഗ്രേഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ചെറിയൊരു തുകയാണെങ്കിലും അത് നമ്മളുടെ ക്ലിനിക്കിന്റെ അപ്ഗ്രേഡേഷനിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയർ എങ്കിലും, ഇപ്പൊ ഇന്ന് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 രൂപയെങ്കിലും 25 രൂപയെങ്കിലും നമ്മൾ നമ്മളുടെ ക്ലിനിക്ക്, നമ്മളുടെ നോളേജ്, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ചില സ്കിന്നിനൊക്കെ, ഇപ്പൊ ഹെയറിന് നമ്മുടെ അടുത്തൊരു പേഷ്യൻസ് വരുന്നു, നമ്മളുടെ കയ്യിൽ സ്കാൽപ്പ് അനലൈസർ ഉണ്ടെങ്കിൽ അതിന് ആകെ 1000 രൂപയുടെ താഴെയുള്ളൂ. അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട. ഇതാണ് ഡാൻഡ്രഫ് വരുന്നത് കേട്ടോ, ഇവിടെയാണ് ഹെയർ ഫോൾ വന്നിട്ടുള്ളത്, ഇതാണ് കാര്യങ്ങൾ. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു റിവേഴ്സ്. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ ഫോളോ അപ്പിലും നമുക്ക് അതിന്റെ ഇത് പേഷ്യന്റിന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഗ്രേഡേഷൻസിലോട്ടും കൂടി നമ്മൾ പോകണം. അതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയണത്. വലിയ വിലയുള്ളതൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നത്. ഇത് കേരള ഡയറ്റ് പ്ലാൻ. നമ്മളുടെ അടുത്ത് കേരളത്തിൽ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഡയറ്റ് പ്ലാൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിൽ ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ആണോ, സെക്കൻഡ് ഗ്രേഡ് ആണോ, തേർഡ് ഗ്രേഡ് ആണോ, അതിനെന്താണ് എക്സസൈസ്, അതിനെന്താണ് ഡയറ്റ്. അപ്പൊ ഡയറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതിൽ നമുക്ക് 2 ഇഡ്ഡലി പ്ലസ് 1 കപ്പ് സാമ്പാറും ചട്നി, ആ 200 കിലോ കലോറിയാണ് ആവുന്നത്. സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഒരു പേരക്ക കൊടുക്കാം, 60 കിലോ കലോറി. ലഞ്ച് ഹാഫ് കപ്പ് കുക്ക്ഡ് റൈസ്, എല്ലാം കൂടി സാമ്പാർ, ബീൻസ്, സാർഡീൻ, ബട്ടർ മിൽക്ക്, മോര്, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് ആകെ വരുന്നത് 470 കിലോ കലോറിയാണ്. അപ്പോൾ 4 മണിക്ക് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ റോസ്റ്റഡ് ചന എന്ന് പറയും, നമ്മളുടെ കപ്പലണ്ടി വറുക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു സ്നാക്സ്, ആകെ വരണത് 80 കിലോ കലോറിയാണ്. അപ്പോൾ ഡിന്നർ 2 ചപ്പാത്തി, 1 കപ്പ് മിക്സ്ഡ് വെജ് കറി അല്ലെങ്കിൽ കുക്കുംബർ സാലഡ്, നോൺ വെജ് ആണെങ്കിൽ നോൺ വെജും ആക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കിലോ കലോറികൾ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം കോമൺ ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഓരോ ദിവസത്തെ 7 ദിവസത്തെ മെനു എന്റെ കയ്യിലുണ്ട്. ഒന്നും നോക്കണ്ട, ഇതങ്ങോട്ട് എടുത്തു കൊടുക്കുക. അതിന്റെ ഒരു ചാർജ് വേണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഷ്യന്റിന് ഫ്രീ ആയിട്ട് കൊടുക്കുക. നമ്മളുടെ മെഡിസിനും കൊടുക്കുക. ഭയങ്കര റിസൾട്ട് ആയിരിക്കും. പേഷ്യന്റ് ഹാപ്പി ആയിരിക്കും. പേഷ്യന്റ് നമ്മളുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. നമ്മളെ ഒരു പ്രൊഫഷണൽ ആയിട്ട് കണക്കാക്കും. വെറുതെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് കൊടുക്കട്ടെ, അതെങ്ങനെ ഡോക്ടറെ വേണ്ട. എക്സസൈസ് എന്തൊക്കെ ചെയ്യണം, അത് ബോഡി ഇതിനനുസരിച്ചുള്ള
അവർ ചോദിക്കുന്നത് ഡോക്ടർ ഇതൊന്ന് കുറയ്ക്കാൻ എന്ത് എക്സസൈസ് ചെയ്യാം, അത് ചെയ്യണത് എങ്ങനെ, ഇത് ചെയ്യണത് എങ്ങനെ. ഇതിന്റെ ഒരു 50% ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ അടുത്ത് ഇതിനുള്ള ആളുണ്ടെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ഈ എക്സസൈസ് വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ ഇത് തുടങ്ങും, നടപ്പ് തുടങ്ങും, ഇങ്ങനെ ചെയ്യും, ബോഡി ഇങ്ങനെ ചെയ്യും, വാക്കിംഗ് ഇത്ര തുടങ്ങും, സ്ലോലി. ഈ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് പോകുമ്പോൾ ഡെയിലി മോണിറ്റർ ചെയ്യും. ചില പേഷ്യൻസ് ഒക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇതൊക്കെ ഡെയിലി മോണിറ്റർ ചെയ്ത് നമ്മളെ അറിയിക്കും, നമ്മളെ വിളിക്കും, ഡോക്ടർ അത് ഇങ്ങനെ പോരെ അങ്ങനെ പോരെ. ഓക്കെ, ഈ ഡയറ്റ് ചട്ടൊക്കെ ആർക്ക് വേണമെങ്കിലും ഞാൻ തരാവുന്നുള്ളൂ കേട്ടോ, നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. സ്നാക്സിൽ റോസ്റ്റഡ് പീനട്ട്സ് ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോ വെജിറ്റേറിയനിലായതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റേറിയൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോൺ വെജിലും നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കിലോ കലോറി മാത്രം നോക്കുക. ആ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് മാത്രം നോക്കുക. പിന്നെ ഡെയിലി മീറ്റ് മീൽ കലോറീസും എവറി മോർണിംഗ് ഇതൊക്കെ ടോട്ടൽ 1350 മുതൽ 1500 കിലോ കലോറിയാണ് നമുക്ക് ഒരാൾക്കൊരു ഡെയിലി വേണ്ടത്. എന്നിട്ട് നമ്മളത് വർക്കൗട്ട് ചെയ്യുക, അല്ലാതെ അവനെ പട്ടിണി കിട്ടിട്ടല്ല മരുന്ന് കൊടുക്കുക. അപ്പൊ അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് അല്ല. ബ്രിസ്ക് വാക്ക് 30 minutes പെർ ഡേ, ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. 2.5 ലിറ്റർ 2 ലിറ്റർ 2.5 ലിറ്റർ, നോ സ്മോക്കിംഗ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മളിതൊന്നും പലപ്പോഴും ചെയ്യാറില്ല. നമ്മൾ മരുന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. മരുന്ന് മാത്രമല്ല ഇന്ന് ആവശ്യങ്ങൾ, ഓരോ പേഷ്യന്റിനും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഹോമിയോപ്പതി ഈസ്. നമ്മൾ പറയും മെഡിസിൻ മാത്രം കസ്റ്റമൈസ് ചെയ്യലാണ്. നമ്മളൊരു പേഷ്യന്റിനെ PQRS എടുത്തു, അവന്റെ ലൈഫ് സ്റ്റൈൽ എടുത്തു, അവന്റെ മെന്റൽ എടുത്തു, അതെടുത്തു ഇതെടുത്തു, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ, ഒരു മെഡിസിൻ. അതെന്താ പറയണത്, അത് ആ പേഷ്യന്റിന് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ്. അതേ സംഭവം അതിന്റെ അഡീഷണൽ ആയിട്ട് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ ഫുഡിനും, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി എത്രയാണ് കിലോ കലോറി, ഒരു ഇഡ്ഡലിക്കാണെങ്കിൽ 40 കിലോ കലോറിയാണ്. അതിന്റെ ഇൻറ്റു 2 or 3 120. ദോശ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് ചാർട്ട് കൊടുക്കണം. ഇത് അത്രയും വാസ്റ്റ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സാധനത്തിനും ബോയിൽഡ് എഗിന് എത്രയാണ് 155 കിലോറി, വീറ്റ് ബ്രെഡിന് 128 കിലോ, വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ ഇത്, ഉഴുന്നുവടയാണെങ്കിൽ ഇത്ര. ഉഴുന്നുവടയൊക്കെ കണ്ടില്ല ഡിഫറൻസ്, 171 കിലോ കലോറി ഒരെണ്ണത്തിന്. പരിപ്പ് വട അതിലും ഹൈ കലോറി ഫുഡാണ്, 189. ഓട്സ് 150. അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളും അപ്ഡേറ്റഡ് ആണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു സാധനവും പോവില്ല നമ്മുടെ കയ്യിൽ. മിൽക്ക് കോഫി ഷുഗർലെസ്, ഷുഗർ കട്ട് ചെയ്യുക, 19 കിലോ കലോറീസ്. ഇവിടെയും ഇത് ഞാനൊന്ന് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് അറിയാത്ത സംഭവമല്ല, പക്ഷെ ദിസ് ഇസ് വാസ്റ്റ്ലി മെയ്ഡ് ആൻഡ് കെപ്റ്റ് ഇറ്റ്. എൻ്റെ ക്ലിനിക്കിൽ നിന്ന് വരുന്ന ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ മറ്റേ ലിവർ പ്രൊഫൈൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SGPT SGOT ഇതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ മെഡിസിന്റെ കൂടെ ഇതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫിഷ് ഫ്രൈ വരെ നമുക്ക് കൊടുക്കാം ഭക്ഷണം. അതിനനുസരിച്ച് നമ്മളുടെ ഡയറ്റ് ഡെയിലി ഒന്ന് മാറ്റിക്കൊണ്ടുവരും. ഗ്രിൽഡ് ചിക്കൻ, തന്തൂരി ചിക്കൻ, സ്പോട്ടർ ബീഫ് ഫ്രൈ ഒരു പ്ലേറ്റിൽ. ബീഫ് ഫ്രൈക്കാണ് 320 കിലോ കലോറീസ്. അവരെ പട്ടിണിക്കിടലല്ല ഡയറ്റിങ്, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് കഴിക്കേണ്ട കലോറി ഒരു ദിവസം ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് കലോറി ഫിക്സ് ചെയ്യുക, അതിനനുസരിച്ച് ബേൺ ചെയ്യുക. മെഡിസിൻ വേണമെങ്കിൽ അത് ഞാൻ വരുന്നുണ്ട്, മെഡിസിൻ പാർട്സ് ഞാൻ വരുന്നുണ്ട്. ഈവൻ ഐസ്ക്രീംസ്, ഇപ്പൊ നോൺ ഷുഗർ ഐസ്ക്രീംസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം നാച്ചുറൽസിന്റെ ഐസ്ക്രീംസ് ആണ്, അല്ലെങ്കിൽ ഗഡ്ബർഡ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ അത് കഴിക്കാറുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. ചോക്ലേറ്റ്സ്, സ്ക്വയർ പീസ് ഓഫ് ഡയറി, 25 മിൽക്ക്, അതൊക്കെ. നമ്മളുടെ ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ മാനേജ് ചെയ്യുമ്പോൾ നമ്മളുടെ മെഡിസിൻസ് ആ വണ്ടർഫുള്ളി, അത് പറയാം, വണ്ടർഫുൾ നമുക്ക് റിസൾട്ട്സ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു തോതിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യരുത്. ഡയറ്റ് എല്ലാം കഴിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യിക്കുക, അത് തന്നെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റുക. അപ്പൊ നമ്മളായിട്ട് കൺട്രോൾ ഒന്നും ചെയ്യണില്ല, അവരായിട്ട് കൺട്രോൾ ചെയ്ത് ഇതൊക്കെ കഴിക്കാം.
നിങ്ങൾ എപ്പോ കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. അപ്പൊ ഈ PPT അങ്ങനെ തന്നെ ഞാൻ പേഷ്യന്റിന് കൊടുക്കും. പേഷ്യന്റ് PPTയിലെ കുറച്ച് ഭാഗം, അതായത് കലോറി ഡയറ്റിന്റെ ഭാഗങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് പേഷ്യന്റിന് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. യു കണ്ടിന്യൂ ഇറ്റ്. മോണിറ്റർ എന്റെ സൈഡിൽ നിന്ന് ഡെയിലി മോണിറ്റർ ഉണ്ടാവും. നിങ്ങൾ എന്താക്കി സംസാരിച്ചോ, അല്ലെങ്കിൽ വർക്കൗട്ട് തുടങ്ങിയോ, നടന്നോ, പിടിച്ചോ എന്നുള്ളത് നമ്മൾ ഒരു ജസ്റ്റ് അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവും. ഡോക്ടർ ഇതും കൂടി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും കൂടി ഒരു ഇതാവും, അല്ലെങ്കിൽ പിന്നെയും മടി വരും. വെറുതെ ഒരു മെസ്സേജ് നമ്മളുടെ സ്റ്റാഫിനെ കൊണ്ട്, നമ്മുടെ ബിസിനസ് ഉണ്ടെങ്കിൽ സ്റ്റാഫിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൊണ്ട്, എന്താ ഇന്ന് മുതൽ നടന്നു തുടങ്ങിയോ, ഇത്ര നടക്കണം, 15 മിനിറ്റ് നടക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നടന്നു, അല്ലെങ്കിൽ അത് ചെയ്തോ, ഇത് ചെയ്തോ, ഒന്ന് ഡെയിലി അവരെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. ബാക്കി അവർ നോക്കിക്കോളും. ഓക്കെ, ഇതൊരു ഇതാണ്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെ തരാം. നിങ്ങളുടെ ക്ലിനിക്കിന്റെ ഫോട്ടോ വരെ വെച്ച് തന്നെ ഞങ്ങൾ തരാം. ഇതിൽ എന്റെ ക്ലിനിക്കിന്റെ ലോഗോ ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലിനിക്കിന്റെ ലോഗോ തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതും അയച്ചു തരാം. അത്രയ്ക്കും കഷ്ടപ്പെടണ്ട. പക്ഷെ ഇതൊക്കെ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് നമ്മളെക്കാളും കൂടുതൽ അവെയർ ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ. കോസ്മെറ്റിക്സും ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ നമ്മളെക്കാളും കൂടുതൽ അവെയർ ആണ്. അപ്പൊ നമ്മളൊരു പടി മുമ്പിൽ നിന്നേ പറ്റും. അപ്പൊ ആ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള നമ്മളുടെ ഫെല്ലോ കൊളീഗ്സിനെക്കാളും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, മെഡിസിൻസ് ഒക്കെ ഞാൻ അടുത്ത സ്ലൈഡിൽ അടുത്ത ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിക്കാം. നിങ്ങളുടെ ലോഗോ വെച്ചിട്ട് ഞാൻ അയച്ചു തരാം ക്ലിനിക്കിന്റെ. ഓക്കെ, അപ്പൊ ആർക്ക് വേണമെങ്കിലും വിളിച്ചോളൂ. ഒന്നും വിചാരിക്കുന്ന ഡോക്ടർ എന്ത് വിചാരിക്കും, അത് വിചാരിക്കും, ഇത് വിചാരിക്കും, ഒന്നും വേണ്ട. യു ക്യാൻ കോൾ മീ എനി ടൈം. ഇനി നമ്മുടെ കാണാമോ? കാണാം. ഓക്കെ, നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുന്നു. സാദർ സെറ്റ് എന്നുള്ളതിൽ എന്റെ എക്സ്പീരിയൻസുകൾ, നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസും നമ്മുടെ ക്ലിനിക്കിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ജിസ്റ്റ് ആണ്. പക്ഷെ എപ്പോഴും നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൻഡിസൈറ്റിസ് ട്രീറ്റ് ചെയ്തിട്ടുള്ള കുറെ സീനിയേഴ്സ് ഉണ്ടാവും. പക്ഷെ ജൂനിയേഴ്സിന്റെ അടുത്ത് പറയണതാണ് അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എക്സാമിൻ ചെയ്യുക, കൺഫേം ഇറ്റ് ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് വരെ ഇപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ആ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൺഫേം ചെയ്തിട്ട് നമ്മൾ റെഫറൽ ലെറ്ററിൽ കൊടുക്കുമ്പോൾ തന്നെ സർജിക്കൽ കേസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അതല്ലെങ്കിൽ ഇത് എന്താ പറയാ, നമ്മൾ പെർക്കഷൻസില് പെർക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആ ഒരു ഹാർഡ്നെസ്സും ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് റെഫർ ദ കേസ്. അത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ കേസ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, അത് പെർഫറേറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളൊരു സസ്പീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു ഇറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു സർജൻ ഒരു റെഫറൻസ് ലെറ്റർ കൊടുക്കുമ്പോൾ ഒരാളും നമ്മളെ കുറിച്ച് ഒരു സർജനും നമ്മളെ കുറിച്ച് മോശമാണെന്ന് പറയില്ല. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു ഇറ്റ്. ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം. റെഫറൻസ് ലെറ്റർ കൊടുക്കുമ്പോൾ പോലും നിങ്ങളുടെ ബ്രാൻഡ്, ക്ലിനിക്കിന്റെ ഇത് വെറുതെ ഒരു ലെറ്ററിൽ പേപ്പറിൽ എഴുതിയല്ല കൊടുക്കുക. ക്ലിനിക്കിന്റെ ഇത് സീല് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബെറ്റർ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ, സിസ്റ്റം ഇതുണ്ടെങ്കിൽ യു ഗിവ് ഇറ്റ് ഇൻ ടൈപ്പ്, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. പ്രിന്റ് എടുത്ത് തന്നെ കൊടുത്തിട്ട് ജസ്റ്റ് സൈൻ ഇറ്റ് ആൻഡ് ഗിവ് ദം. രണ്ട് ഗുണം വരും. ഒന്ന്, സർജൻ വിൽ റെസ്പെക്ട് യു, സർജൻ വിൽ കോൾ യു ബാക്ക്. 100% a surgeon will call you back that ഇന്ന പോലെ ഡോക്ടറെ എനിക്ക് റെഫറൻസ് കിട്ടി, ഐ ഹവ് ഡൺ ദ കേസ്, സർജൻ ഇതായിരുന്നു, ഇന്ന സിറ്റുവേഷൻസിലായിരുന്നു, യു റെഫേർഡ് ആൻഡ് ദാറ്റ് ഈസ് വെരി ഗുഡ്. നമ്മളത് അവരുടെ ജീവിതം സേഫ് ആക്കി, ഹെൽത്ത് സേഫ് ആക്കി എന്നുള്ളതാണ്. എല്ലാ കേസും നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ആ റെഫറൻസ് ലെറ്ററിൽ നാളെ ആ ഹോസ്പിറ്റലിന്റെ PRO നിങ്ങളെ വന്ന് കണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല്
അവർക്കും നമ്മളെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പി ആർ ഒ വന്ന് നമ്മളെ കണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം. ബട്ട് നമ്മൾ നമ്മുടെ പണി മര്യാദക്ക് എടുക്കുക. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൻഡിസൈറ്റിസിന് ഐറിസ് 10X നല്ലൊരു മെഡിസിൻ ആണ്. ബ്രയോണിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഞാൻ പിന്നെയും പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഒരു ഫിബ്രിലേഷൻ കേസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് ഭയങ്കര റെസ്പോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അബ്ഡോമൻ കോളിക് പെയിൻ. കോളിക് പെയിനിൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെല്ലാം ചിന്തിക്കും സാങ്കിനോറിയം, സാംപുക്കസ് ഒക്കെ ഉണ്ടെങ്കിലും കജപുട്ടം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പ്ലംബമെറ്റ് ഈ മെഡിസിൻ ഞാൻ ഏറ്റവും കൂടുതൽ ഡോക്ടർ ചന്ദ്രബാനുവിനെയാണ്. ഇന്റർസെപ്ഷൻ കേസസിൽ പോലും നമുക്ക് പ്ലംബമെറ്റ് നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ സിനയാണ്, CYNA അല്ല, സിനയാണ്, CINA ആണ്. കോളിക്കിന് എനിക്ക് നല്ലൊരു മെഡിസിൻ അത് കിട്ടിയിട്ടുണ്ട്. കോളിക് ബൈലറി ഗോൾ സ്റ്റോൺ, ബെർബറിസ് വൾഗാരിസും കോളിക്കിനാണ്. സ്റ്റോൺ പൊടിയാനല്ല, കോളിക്, ഡയസ്കോറിയ, ബെർബറിസ് വൾഗാരിസ്, കോളോസിൻ. ഈ 3 മെഡിസിനും കോളിക്കി പെയിൻ പെട്ടെന്ന് നിൽക്കും. ഓക്കെ, നിങ്ങൾ എന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ ഈ 2 പിന്നെ ഇതും ഡയസ്കോറിയ is also another one of the best medicines. ഫ്ലാറ്റുലന്റ് കോളിക്. സാധാരണ ഫ്ലാറ്റുലന്റ് കോളിക്കിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. പോളിഗോണം പങ്ക്ടേറ്റം, ഹെമറോയിഡ്, ഇൻസ്കിൻ സൂപ്പർഫിഷ്യൽ അൾസേഴ്സ്, സോഴ്സ് എസ്പെഷ്യലി ഇൻ ഫീമേൽസ്. ഇത്രയും മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അർജന്റം നൈട്രിക്കം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതാണ്. നിങ്ങൾ ബോറിക്ക് എടുത്തു നോക്ക്, കോളിക്കിൽ ഇറ്റാലിക്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഫ്ലാറ്റുലന്റ് കോളിക്. ഗജപുട്ടം ഞാൻ പറഞ്ഞു, കോളിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് വേറെ ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസസിൽ എനിക്ക് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയ മെഡിസിൻ ആണ്. അംബിലിക്കൽ പെയിൻ, ഗ്രനാറ്റം, കുട്ടികളുടെ അംബിലിക്കൽ പെയിൻ, ഗ്രനാറ്റം. പക്ഷെ അംബിലിക്കൽ പെയിൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സാമിൻ ചെയ്യുക, റൂൾ ഔട്ട് അപ്പൻഡിസൈറ്റിസ് അല്ല എന്നുള്ളത്. ഓക്കെ, മെക്ബർണീസ് പോയിന്റിൽ പെയിൻ ഇല്ല, റൂൾ ഔട്ട് ചെയ്യണം. വെറുതെ കോളിക്ക് അംബിലിക്കൽ പെയിൻ എന്ന് പറയുമ്പോൾ മിസെൻട്രിക് ലിംഫ് നോഡ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. മിസെൻട്രിക് ലിംഫ് നോഡ് ആണ് നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ, ഒരു സസ്പെക്ട് ചെയ്യണമെങ്കിൽ മെർക്സോള് കഴിഞ്ഞിട്ടേ മെഡിസിൻ എന്റെ എക്സ്പീരിയൻസിലുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 500-600 കുട്ടികളുടെ കേസസിലും മിസെൻട്രിക് ലിംഫ് നോഡ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ കേസിലാണ് ഞാൻ ഈ പറയുന്നത്. മെർക്സോള് ആണ് മാക്സിമം റിസൾട്ട്സ് കിട്ടുന്നത്. ഈ ഒരു 25 ഇയേഴ്സിൽ നമുക്ക് കുറെ കിട്ടിയിട്ടുള്ള മെഡിസിൻസിലാണ് ഞാൻ ഈ പറയുന്നത്. ഫിസ്റ്റുല നാനോ, ബാക്കി ആസിഡ് അതും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പയോനിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഹെമറേജ് ഡ്യൂറിങ് സ്റ്റൂൾ, അലൂമിനൊന്നും നമ്മൾ ചിന്തിക്കാറേ പോലും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ പിന്നെ പറയണം, നമ്മൾ പെർറക്ടൽ ചെയ്തിട്ട് ഫിഷർ ആണോ ഇതാണോ ഫിസ്റ്റുല എന്നാണോ വരുന്നത്, ഫിഷറിൽ നിന്നാണോ ഓർ ഹെമറോയിഡ്സിൽ നിന്നാണോ വരുന്നത് നമ്മൾ കൺഫേം ചെയ്യണം. ഡയലോക്കിൻ ഇട്ടിട്ട് തന്നെ ചെയ്യണം. യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ ക്ലിനിക്. ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം, സൾഫറും കോളിൻസോണിയം. ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം എന്ന് പറയുന്നത് പുറത്തു പോലും റെഡ്നെസ് വരും. സൾഫർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. റെക്ടൽ ക്രോൺസിലും ബാക്കി കാര്യങ്ങളിലും, ക്രോൺസ് ഡിസീസസിൽ പോലും നമുക്ക് ടോട്ടാലിറ്റി ഒക്കെ എടുക്കണം. ടോട്ടാലിറ്റി എല്ലാം എടുക്കണം. പക്ഷെ ടോട്ടാലിറ്റി ഒന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, നമുക്ക് അറിയില്ല, ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ബൈസ്റ്റാൻഡർ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയുള്ള കേസുകളിലൊക്കെ കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസിലാണ് ഞാൻ ഈ പറയുന്നത്. ഷുവർ ഷോട്ട് നിങ്ങൾ കൊടുത്തോ റിസൾട്ട് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 50% റിഡക്ഷൻ, പെയിൻ കുറയും. ബാക്കിയൊക്കെ പിന്നെ അവരുടെ അടുത്ത് വന്നിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരണം എന്ന് പറയുക, കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യന്റിനെ നോക്കുക. ചിലപ്പോൾ ചില കുട്ടികൾ നമുക്ക് കോപ്പറേറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് വേറെ ചോയ്സസ് ഇല്ലെങ്കിൽ യു ക്യാൻ ഗിവ് 100% ദിസ് മെഡിസിൻ. ഇച്ചിങ് ഓഫ് ദ റെക്ടം, ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം, ഇൻഡിഗോ, സക്കാരം, നമ്മളുടെ ഇത് ഷുഗർ ഓഫ് മിൽക്ക്, സക്കാരം, ഇൻഡിഗോ, കൊളിൻസോണിയ. ഇച്ചിങ് കൂടുതലാണെങ്കിൽ ഇൻഡിഗോ ആൻഡ് കൊളിൻസോണിയ ഇസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മെഡിസിൻ. ബാക്കി ഇച്ചിങ്ങിന്റെ മെഡിസിൻസ് ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ
യു ട്രൈ ദിസ് മെഡിസിൻസ്. ഇതിനൊന്നും കണ്ടമാനം വരച്ച് വായിച്ചിട്ടൊന്നും മരുന്നുകളില്ല. ഇറ്റ് വിൽ ബി ദ ബോറി, ജസ്റ്റ് ഒരു ലൈൻ ആയിരിക്കും, ചിലപ്പോൾ ഇറ്റാലിക്സിലായിരിക്കും. എക്സ്പീരിയൻസ് ടെൽസ് യു ദിസ് ഇസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മെഡിസിൻസ്. ലോങ് ലാസ്റ്റിംഗ് പെയിൻ ആഫ്റ്റർ സ്റ്റൂൾ. മെർക്കോർ ആണ് എന്റെ ഇതിൽ ഫസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ലോങ് ലാസ്റ്റിംഗ് പെയിൻ മെർക്കോർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ചിന്തിക്കാൻ പറ്റുന്നതാണ് ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റിസ് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെഡിസിൻസ് ആണ് ഇൻ സ്കിൻ കംപ്ലൈൻസിൽ. സ്കിൻ കംപ്ലൈൻസിൽ അതിന്റെ കൂടെ ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് ആഡ് ഓൺ ചെയ്യുന്നതാണ് ലോങ് ലാസ്റ്റിംഗ് പെയിൻ ആഫ്റ്റർ സ്റ്റൂൾ. മിക്കവാറും ഹെമറോയിഡ് കേസസിൽ ഗ്രാഫൈറ്റിസ് ഉണ്ട്. സെഡം ആക്രെ, സെഡം ആക്രയ്ക്ക് ക്രാക്സും കൂടി ഉണ്ടാവും, ഹെമറോയിഡ്സ് ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഫിഷേഴ്സ് ഉണ്ടാവും. അതും ഹെമറോയിഡ്സും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ സെഡം ആക്ര കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ മെഡിസിൻ ഉള്ളൂ. ഓക്കെ. പ്രൊലാപ്സ് ആനെ ഞാൻ എടുക്കാറില്ല. ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിലും തേർഡ് ഗ്രേഡ് ആണെങ്കിലും ഞാൻ എക്സാമിൻ ചെയ്തിട്ട് സ്ട്രേറ്റ് അവേ റെഫർ ചെയ്യുന്ന കേസുകളാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിന്റെ ഇത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി നീഡ് പെസറിയ ഇൻസേർട്ട് ചെയ്യണം, മെഡിസിൻ കൊടുക്കണം, കൊടുത്ത് അകത്തോട്ട് കയറ്റണം. തേർഡ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് റെഫർ ഇറ്റ് ടു എ സർജൻ. Constipation due to hemorrhoids, കോളിൻസോണിയ, എസ്കുലസ് ഗ്ലാബ്ര. എസ്കുലസ് ഗ്ലാബ്ര, എസ്കുലസ് ഗ്രൂപ്പിൽ എസ്കുലസും ഉണ്ട്, ഹിപ്പും ഉണ്ട്, ഗ്ലാബ്ര ഉണ്ട്. ഹിപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. പക്ഷെ along with that എസ്കുലസ് ഗ്ലാബ്ര is also one of the best medicines. Constipations in infants. ക്ലിനിക്കിൽ സ്ഥിരമൊക്കെ വരുന്നതാണ്. പാരന്റ്സിനെ കൺട്രോൾ ചെയ്യാനാണ് വലിയ പാട്. ഇന്നിപ്പോ ഒരു പേഷ്യന്റ് വന്നിരുന്നു, ഡോക്ടറെ വയറ്റിന്ന് പോണുണ്ടോ? ആ പോണുണ്ട്, പക്ഷെ കുറച്ച് ഹാർഡാണ് തോന്നൽ മാത്രമേ ഉള്ളൂ. കോൺസ്റ്റിപ്പേഷൻ ആണ് ഡോക്ടർ എന്ന് പറയും. ആഴ്ചയിൽ 3 ദിവസം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല, ഹാർഡ് സ്റ്റൂൾ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മെഡിസിൻ കൊടുക്കുക. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മെഡിസിൻ ഒന്നും കൊടുക്കാതെ വിട്ടു. എനിക്ക് നഷ്ടം ഉണ്ടെങ്കിലും ബട്ട് ദേ ആർ ഹാപ്പി വിത്ത്. നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഒന്ന് പേഷ്യന്റ് അവരുടെ പാരന്റ്സിനെ ഒന്ന് ജഡ്ജ് ചെയ്യാം. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, എന്താ പറയാ, എഡ്യൂക്കേറ്റഡ് ആണോ? 2 മിനിറ്റിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ അടുത്ത് എത്ര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവരെ. ഫസ്റ്റ് ടൈം വന്നാലും അവർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കേസിലും മെഡിസിൻ അല്ല ഇമ്പോർട്ടൻറ്റ്. മെഡിസിൻ കൊടുക്കേണ്ട സ്ഥലത്ത് മെഡിസിൻ കൊടുക്കണം, അല്ലാത്ത സ്ഥലത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ. കോൺസ്റ്റിപ്പേഷൻ ഇൻ ഇൻഫൻസ്, കോളിൻസോണിയ, പാരഫിൻ one of the beautiful medicine. Alumin ഉണ്ട്, പാരഫിൻ ഉണ്ട്, പാൻക്രിയാറ്റിനം one of the beautiful medicine. മെഡോറിനത്തില് ഈവൻ ഇത് എന്താ പറയാ, congenital megacolon. മെഡോറിനം is the one of the best medicine. മെഡോറിനം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇറ്റാലിക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്, the baby passes stool in standing position, has to strain. വേറെ ഒന്നും നോക്കണ്ട, മെഡോറിനം is one of the best medicines. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഓൺലി ഓൺ ദിസ് സിംറ്റംസ്, ഓൺലി ഓൺ ദിസ് വൺ. പേഷ്യന്റ് ചിലപ്പോൾ മുറുക്കി നിന്നിട്ട് പോകും, ചിലപ്പോൾ പോവാൻ പേടിയാണ്. യു ക്യാൻ ഗിവ് മെഡോറിനം, കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുക, കൺജനറ്റൽ മെഗലോകോളൻ വരെ മാറിയിരിക്കും. 100% കാര്യമാണ് പറയുന്നത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 70-80% റിസൾട്ട് കൊടുക്കാൻ നമ്മൾ കൊണ്ടുവരും. മെഡോറിനം മാത്രം മതി. കോൺസ്റ്റിപ്പേഷൻ ഓൾഡ് ഏജിലും കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരും. സെലീനിയം is one of the best medicine. Plumbum is another best medicine. Diarrhea, Gambogia, Nufarlutium, Gambogia, diarrhea ഒക്കെയുള്ള മെഡിസിൻസ് ഉണ്ട്. ക്യാംഫർ ഉണ്ട്, ആസാൽബ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഐ എം നോട്ട് ഡിനൈങ് ഇറ്റ്. എല്ലാ മെഡിസിൻസും ഉണ്ട്. ബട്ട് പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ബാക്കിയുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റുലൻസ് പോകുമ്പോൾ അതിന്റെ കൂടെ ഒരു വെള്ളം ഡയറിയൽ ഗഷ് വന്നു കഴിഞ്ഞാൽ ഗംബോജിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ആസിഡ് ഫോസ്ഫോറിക് ആസിഡ്, അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട, എവ്രി വൺ നോസ് ഇറ്റ്. ഡയറി ആഫ്റ്റർ ഫാറ്റി ഫുഡ്, പൾസാറ്റില.
ഫ്ലട്ടറിങ് എക്സ്പെൽഷൻ, നമ്മൾ ഇത് ടും എന്ന് പറഞ്ഞ് പോവും. ജെട്രോഫ, ജെട്രോഫ, അതിന്റെ കൂടെ ഗംബോജിയൻ നിങ്ങൾക്ക് ചിന്തിക്കാം. ജെട്രോഫ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ കൂടെ ഗംബോജിയൻ ചിന്തിക്കാം. ഇൻവോളണ്ടറി ഒലിയാൻഡർ, ഫോസ്ഫോറിക് ആസിഡ്, ഗംബോജിയ. ഇൻവോളണ്ടറി വെൻ പാസിംഗ് യൂറിൻ, മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെ അറിയാതെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് പോലും മോഷൻ പോവും. ഡയറി അല്ലെങ്കിൽ ചിലപ്പോൾ സോഫ്റ്റ് സ്റ്റൂൾ ആയിരിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ തന്നെ ആയിരിക്കും, വെള്ളം പോണ പോലെ പോവും. മ്യൂറിയാറ്റിക് ആസിഡ്, ഓക്കെ, വെരി സെൻസിറ്റീവ് മെഡിസിൻ ആണ്. അപ്പൊ അതുകൊണ്ട് മ്യൂറിയാറ്റിക് ആസിഡ് പൊട്ടൻസി യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 30 to 1 ഒഫൻസീവ് ആണെങ്കിൽ ടെറബിന്ദും സൊറൈനോ. ഓക്കെ, പിന്നെ ലിവർ മെഡിസിൻസ്. ലിവർ മെഡിസിൻസിൽ നമ്മുടെ ഏറ്റവും വൺ ഓഫ് മൈ ബെസ്റ്റ് മെഡിസിൻ, എൻ്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് നമ്മൾ മറ്റേ ലിവർ പ്രൊഫൈൽസ്, മറ്റേ LFT അല്ലെങ്കിൽ LFT തന്നെ. LFTയിൽ SGOT SGPT ഒക്കെ മാറുകയാണെങ്കിൽ കാൽമെഗ്, ടിഞ്ചർ 230, ടിഞ്ചർ 3x30, ഇത് മൂന്നും ഈക്വലി ഗുഡ് ആണ്. ഓക്കെ, ഇൻവോളണ്ടറി വെൻ പാസിംഗ് യൂറിൻ, ഒഫൻസീവ്. ബേണിംഗ് ഇൻ ആനസ് വിത്ത് ഡയറിയ, കാന്താരിസും ഐറിസിന്റെ ഇസ്മായിൽ സേട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഐറിസിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇസോഫഗസ് മുതൽ ആ അറ്റം വരെ ബേണിംഗ് ആയിരിക്കും. അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സാറ് എവിടെയോ സാറിനെ കാണാൻ പോയപ്പോഴും എവിടെയോ വെച്ച് കണ്ടപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ കാന്താരിസ് അഗെയിൻ. പിന്നെ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്, ക്ഷീണം. പേഷ്യന്റ് വന്ന് പറയും നമ്മളടുത്ത് കക്കൂസ് ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ബാക്കിയൊക്കെ ഡയഗ്നോസ് ചെയ്യുക, അവർക്ക് ലിവറിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ഗിവ് ഇറ്റ്. ഫോസ്ഫറസും ടെറബിന്ദും, ഗോൾ ബ്ലാഡർ കാൽക്കുലേറ്റ്. എന്ത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് വന്നാലും നമ്മളുടെ അടുത്ത് ആരും പിൻ പോയിന്റ് ചെയ്യരുത്. നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തില്ല, നിങ്ങൾ വെറുതെ മരുന്ന് കൊടുക്കുന്നു, സിംറ്റം വെച്ച് കൊടുക്കുന്നു, ഒന്നും പോരാ. നമ്മൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ 2025 നമുക്ക് നമ്മളുടേതായിട്ട് തന്നെ ഉണ്ട്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ തന്നെ ഇത് പ്രൂവ് ചെയ്യണം, നമ്മളുടെ മെഡിസിൻ കൊടുത്തിട്ടുള്ള റിസൾട്ട്. സ്കാൻ മുതൽ നിങ്ങൾക്ക് CTO MRI എന്ത് വേണമെങ്കിലും ചെയ്യിച്ചോ, മെഡിസിൻ നമ്മളുടെ കൊടുക്കുമ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ ചിന്തിക്കുക. ബെർബറിസ് വൾഗാരിസ്, ഹൈഡ്രാഞ്ചിയ, കാൽക്കുലേ റിനാലിസ്, ഓക്കെ, കാൽമെഗ്. അവിടെ നമുക്ക് വരുന്ന മെഡിസിനാണ് കാൽമെഗ്. ഹെമറോയിഡ്സ്, കാൽക്കേരിയ ഫ്ലോറ്, കാലിമ്യൂറിന്റെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. നെഗുണ്ടിയം, സെമ്പർവം ടെക്ടോറിയം, വയേത്തിയ ഒക്കെ നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ലാത്ത മെഡിസിൻ ആണ്. വയേത്തിയ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ട് ഇറിറ്റേഷൻ വരും, അതുപോലെ തന്നെ അവിടെ ഇറിറ്റേഷൻ വരും. അതിന്റെ ഒരു സ്കാൾഡിങ് സെൻസേഷൻസ് വരും. സ്കാൾഡിങ് സെൻസേഷൻസ് ഉണ്ടെങ്കിൽ വയേത്തിയ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഹെമറോയിഡ് വിത്ത് ബാക്ക് ഏക്ക്, എസ്കുലസ്, ജോണ്ടിസ്, ചിയോനന്തസും രണ്ടും നല്ല മെഡിസിനാണ്. ടെറാസാക്കം, പിക്രിക് ആസിഡ്, ലെപ്റ്റാൻഡ്ര മെഡിസിൻ ഉണ്ട്. ലെപ്റ്റാൻഡ്ര ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ സമയം. അപ്പൊ ലെപ്റ്റാൻഡ്ര എന്ന് പറഞ്ഞ മെഡിസിൻ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മെഡിസിൻ ആണ്. ഇതിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ ആസിഡ് പിക്രിക് ആസിഡ്, അഗെയിൻ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ. നമ്മുടെ ബുക്കിലുണ്ട്, അതങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മൾ കുറെ കണ്ടമാനം തിയറി, കണ്ടമാനം എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഹോമിയോപ്പതി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ മൈൻഡ് കോറ് എല്ലാത്തിനും അങ്ങനെ കിട്ടണമെന്നില്ല, എല്ലാത്തിനും അങ്ങനെ എടുക്കണമെന്നില്ല. കിട്ടിയാൽ വളരെ നല്ലത്. നമുക്കതൊക്കെ എടുത്ത് റെപ്പർട്ടറി മെഡിസിൻ ഇതൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും.
ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോ പോലെ ഞാൻ ആ മുറിവ് മര്യാദയ്ക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പേഷ്യന്റിന്റെ, എന്റെ കുറെ പേഷ്യന്റ് ആ മുറിവ് പോലും എനിക്ക് എന്റെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. വന്നത് ഇത്രയും കാല് പൊതിഞ്ഞു വെച്ചിട്ടാണ്. അപ്പൊ അവർക്ക് അത് ഊരിക്കഴിഞ്ഞാൽ രണ്ടാമത് ഡ്രസ് ചെയ്യണമെങ്കിൽ അവർ പത്തനംതിട്ടക്കാരാണ്. ഇവിടെ ആവശ്യം വന്നപ്പോ പോയതാണ്. ചില കേസുകളിൽ ഞാൻ പറയണ്ടത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഇത് കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്ന് വെച്ചു, അതെനിക്ക് ഷുഗർ വന്നിട്ട് അവിടെ ഇതായിട്ട് ഇത്രയും പൊളിഞ്ഞു, അവരത് പിന്നെ അത് റെഡിയാക്കി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മെഡിസിൻ അവിടെ കയ്യിലുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ആ പേഷ്യന്റിന്റെ കാല് മുറിക്കാതെയും കാല് ആംപുട്ടി ചെയ്യാതെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്. അവിടെ കുറെ തിയറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കുക, മരുന്ന് കൊടുക്കുക, നമ്മളുടെ മെട്രോമെഡിക്കൽ മരുന്നുണ്ട്, മരുന്ന് കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കുക. അതിന്റെ അപ്പുറത്തോട്ട് ഹോമിയോപ്പതി എന്ന് പറയുന്നത് എന്താ ഉള്ളത്? ഇങ്ങനെ പിടിച്ചാലും അങ്ങനെ പിടിച്ചാലും റിസൾട്ട് കൊടുക്കണം. അപ്പൊ അതും വേണം, ഇതും വേണം. വേറെ ഏതൊക്കെ വഴിയുണ്ടോ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് രാജൻ ശങ്കരൻ സാറിന്റെ സെൻസേഷൻ ഉണ്ട്, നമ്മുടെ പ്രഫുൽ വിജയക്കാരുടെ മെത്തേഡ് വരുന്നത് എല്ലാം നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള മെത്തേഡ് നമ്മൾ ഉണ്ടാക്കുക. ബോറിക്കിന്റെ മെത്തേഡുകളുണ്ട്, എല്ലാം ഉണ്ട്. വേംസ് അസ്കാരിസ് ആണെങ്കിൽ നമ്മൾ സ്റ്റൂള് ചെക്ക് ചെയ്യുക, ഉടനെ കൊടുക്കുക, ലാബിൽ കൊടുക്കുക. വേംസ് ഉണ്ട്. പക്ഷെ വേംസിൽ ഏറ്റവും കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു കുട്ടിയുണ്ട്. അത് ഇപ്പോഴും എനിക്ക് അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ എന്തൊക്കെ ചെയ്യാൻ സ്കാൻ ചെയ്തു, എല്ലാ കുന്നും ചെയ്തു, ഇപ്പോഴും ആ കുട്ടിക്ക് വേംസ് ഉണ്ട്. വേംസ് എന്നൊക്കെ പറഞ്ഞ് ചില്ലറ വേംസ് ഒന്നല്ല, അത് എന്റെ ഒരു ഫെയിലിയർ ആണ്. പക്ഷെ ഇപ്പോഴും ആ കുട്ടി എന്റെ അടുത്ത് വരുന്നുണ്ട്, ഞാൻ വേംസിന് മരുന്ന് കൊടുക്കും. എല്ലാ കേസും 100% എന്നൊന്നും പറയാൻ പറ്റില്ല. ആ കുട്ടിയാണ് 98, 95, 96% എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, വേംസിന് അംബ്രോസ്, ഗ്രനേറ്റം, ചീലോൺ. ചീലോൺ നല്ലൊരു മെഡിസിൻ ആണ്. എസ്കാരിസ് ആണെങ്കിൽ അപ്പൊ ഞാൻ മെഡിസിൻ മാറ്റും. ചീലോണും ടൂക്രിയും നല്ലതാണ്. ടീനി ആണെങ്കിൽ ക്യുആസോ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. നമുക്കത് കിട്ടുകയാണെങ്കിൽ, അത് മെഡിസിൻ കിട്ടാതല്ല, ടീനിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ക്യുആസോ, ഗ്രനേറ്റം ആൻഡ് ഫിലാന്ത്രിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അതായത് ഒരു സ്പെല്ലിങ്ങിൽ ഫിലാന്ത്രിൻ. ക്യുആസോ ആണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണ്. ഓർഡറിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. ഗ്രനേറ്റം നല്ലൊരു മെഡിസിൻ ആണ്. ടീനി ആണെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തത് പോകുന്നത് ഫീമെയിൽ സെക്ഷൽ സിസ്റ്റത്തിലോട്ടാണ്. ലുക്കോറിയ, ആംബ്രാഗ്രീസിയ, ക്രിയോസോട്ട്, സെപ്പിയ. ഈ 3 മെഡിസിൻ നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റും. മിൽക്കി വൈറ്റ് ആണെങ്കിൽ കാലിമ്യൂറും ഓവാട്ടോസ്റ്റേൻ. അപ്പൊ അത് അവരടുത്ത് ചോദിക്കുക, മഞ്ഞ കളർ ഉണ്ടോ, ഇച്ചിങ് ഉണ്ടോ, വൈറ്റ് ആണോ, വേറെ ഏതെങ്കിലും കളറാണോ, ഡാർക്ക് ആണോ, ഇത് നമ്മൾ ചോദിച്ചിട്ട് അതിനനുസരിച്ച് മെഡിസിൻ മാറ്റുക. അതാണ് അവിടുത്തെ പിക്യൂറസ്. വൈറ്റ്, മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് ആണെന്ന് പേഷ്യന്റ് പറയുന്നത്. സാർ, ഒരു വലിയ കൊഴുപ്പ് പോലെ വെള്ള കളറാണ്. ഇതൊക്കെ പേഷ്യന്റ് പറയും, പ്രത്യേകിച്ച് ലേഡീസിന്റെ അടുത്ത് ഇതൊക്കെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ കാലിമ്യൂറും ഓവാട്ടോസ്റ്റയാണ് ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നത്. സ്റ്റെയിൻസ് യെല്ലോ, സ്റ്റാനം, കാലിസൾഫ്, ഫാഗോപൈറം. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഇഫ് ദ അണ്ടർഗാർമെന്റ്സോ അല്ലെങ്കിൽ ഇത് പേഷ്യന്റ് പറയണം അത് മഞ്ഞ കളറിലാണ്, അതല്ലെങ്കിൽ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് യെല്ലോ ആണ് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും പേഷ്യന്റ് പറയാതിരിക്കില്ല. നമ്മൾ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരത് പറയും, കറക്റ്റായിട്ട് നമ്മളടുത്ത് പറയും. പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സ്, എൻ്റെ അടുത്ത് എല്ലാവരും കറക്റ്റായിട്ട് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലേഡി ഡോക്ടേഴ്സിന്റെ അടുത്ത് കൂടുതൽ പറയും. യെല്ലോ, കാലിസൾഫ്, സ്റ്റാനമെറ്റ്, ഫാഗോപൈറം. പിന്നെ പറയുന്നത് എപ്പോഴാ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ഡോക്ടറെ ഇപ്പൊ ഈ ഒരു മെൻസസിന്റെ സമയത്ത് വന്നിട്ട് പോയി, പിന്നെ ഇടയ്ക്ക് വരും മഞ്ഞ കളർ. ക്രിയോസോട്ട്, ഗ്രാഫൈറ്റിസ്, യുപിയോൺ. ഇതിന്റെ ഇടയിൽ വരുന്നതിന് യുപിയോൺ ഒരു നല്ലൊരു മെഡിസിൻ ആണ്. ഓക്കെ, കുട്ടികളിലാണെങ്കിൽ ആസ്പെർജില്ല, മില്ലിഫോലിയം, ക്യുബേബ, കാൽക്കേരിയ കാർബ് ഉണ്ട്. കാൽക്കേരിയ കാർബ്, അങ്ങനെ 1-2 മെഡിസിൻസ് നമുക്ക് അറിയാവുന്നതാണ്, കോമൺ ആണ്. പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ചിന്തിച്ചോളൂ. ആസ്പെർജില്ല, മില്ലിഫോലിയം, ക്യുബേബ. ചില സമയത്ത് പേഷ്യന്റ് വന്നിട്ട് പറയും, ഡോക്ടർ ഇന്ന് മെൻസസ് ആവും. പ്രത്യേകിച്ച് PCOD കേസുകളിൽ ഇന്ന് മെൻസസ് ആവും, പക്ഷെ മെൻസസ് ആവില്ല. അതിന്റെ ഒരു ചെറിയൊരു ഇത് വരും.
സ്പോട്ടിങ് പോലെയൊക്കെ തുടങ്ങും, പക്ഷെ മെൻസസ് ആവില്ല. അതിന് പകരം ആ സമയത്ത് ഡോക്ടർ വെള്ളപ്പൊക്കാണ്. എനിക്ക് മടുത്ത്, ഞാൻ മെൻസസും വരുന്നില്ല, വെള്ളപ്പൊക്കം വരുന്നു. അപ്പം മെൻസസ് PCOD കേസുകൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ്, ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് മെൻസസ് വന്നില്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടോ എന്നുള്ളത് പ്രൈമറി അമിനോറി ആയാലും കുഴപ്പമില്ല, സെക്കൻഡറി അമിനോറി ആയാലും കുഴപ്പമില്ല, നമ്മൾ ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് മോസ്കറ്റൻ സെപ്പിയം, ലുക്കോറിയ ബിഫോർ മെൻസസ്, ആഫ്റ്റർ മെൻസസ്, ഇതൊക്കെ നമുക്ക് ബിഫോർ മെൻസസ് ആണെങ്കിൽ ആദ്യം വരുന്ന മെഡിസിൻ ബെറൈറ്റ കാർബ്, അലൂമിന, ക്രിയോസോട്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും മെൻസസിന് തൊട്ട് മുമ്പാണ് നമ്മളുടെ ലുക്കോറിയ വരുന്നെങ്കിൽ ബോവിസ്റ്റൈം, കൽക്കേരിയ ആൻഡ് ബെറൈറ്റ കാർബ് റാങ്കിങ്ങിലും മുമ്പിൽ വരും എൻ്റെ എക്സ്പീരിയൻസിൽ. 5 മാർക്ക് മെഡിസിൻസും ചിലപ്പോൾ റൂബ്രിക്കിലൊക്കെ വേറെ ഉണ്ടെങ്കിലും ഇത് എന്താ പറയാ, അതൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഞാൻ അത് നോക്കിയിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇത് കൊടുത്തിട്ടായിരിക്കും ഞാൻ മരുന്ന് അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. 5 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ 5 മാർക്ക് മെഡിസിൻസ് തന്നെ കൊടുക്കുക. പക്ഷെ ചിലത് നമ്മൾ ഓവർ ദി ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ കണ്ണടച്ച് കൊടുക്കേണ്ട വരും. ലുക്കോറിയ വിത്ത് സെർവിക്കൽ ഇറോഷൻ, കാലിബൈക്കിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇറോഷനാണ്. ഈവൻ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസിലും ഗാസ്ട്രൈറ്റിസിലും ഗാസ്ട്രിക് അൾസേഴ്സിൽ പോലും നമുക്ക് കാലിബൈക്ക് ചിന്തിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. അതുകൊണ്ടാണ് ലുക്കോറിയ വിത്ത് സെർവിക്കൽ ഇറോഷൻ കൂടി ഉണ്ടെങ്കിൽ CA ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. CA സെർവിക്സ് റൂൾ ഔട്ട് ചെയ്യുക, പിന്നെ നമ്മളുടെ മെഡിസിൻസ് എടുക്കുക. ഈ കാലിബൈക്ക് എപ്പോഴും ഒരു പടി മുമ്പിൽ വരും. സെക്കൻഡറി പിന്നെ അബോഷൻസ് കൂടുതലുണ്ടെങ്കിൽ, അബോഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, വൈറ്റ് ഡിസ്ചാർജ്, ലുക്കോറിയ വിത്ത് അബോഷൻ ഹിസ്റ്ററീസ് സ്ത്രീക്ക് ഉണ്ടെങ്കിൽ സബാഡില, ബ്ലഡി ആണെങ്കിൽ ഇത് എന്താ പറയാ, സ്പിറുലില, ഇത് സ്പൈറാന്തസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ, അതുണ്ട്. ഞാൻ ഒന്നുകൂടി അത് എനിക്ക് എൻ്റെ സ്പെല്ലിംഗ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്നിട്ട് ഞാൻ സ്റ്റാഫിനെ കൊണ്ട് അത് നോക്കി SP വെച്ച് തുടങ്ങണ മരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുക്കുക. അപ്പോൾ ലുക്കോറിയ ബ്ലഡി ആണെങ്കിൽ അത് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ബ്ലഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ സെർവിക്കൽ ഇറോഷനും സെർവിക്കൽ ക്യാൻസറും സർവീസൈറ്റിസും നമ്മൾ ചിന്തിക്കണം. മിക്കവാറും അങ്ങനത്തെ കേസിലും മെർക്സോളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ചിന്തിക്കണ്ട എന്നല്ല പറയുന്നത്, ഇത് ചിന്തിക്കണം. ഞാൻ മിക്കവാറും എനിക്ക് ഫുൾ പേര് കിട്ടാത്തതുകൊണ്ട് ഞാനത് SP എന്ന് എഴുതി കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം എന്താന്നുള്ളത്. ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, കോണ്ടോരാഗോ, ഗാലിയം, ഇത് ആസ്റ്റർ റൂബ്രൻസ്, പ്ലംബം, എന്താ പറയാ, ബ്രസ്റ്റ് ഹാർഡ് ആണെങ്കിൽ കാൽക്കേരിയ ഫ്ലോർ, ലെപ്പിസാൽബ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് ലൈപ്പോമിക് ആണ്. പക്ഷെ ലെപ്പിസാൽബയ്ക്കും ഹാർഡ്നെസ് ഉണ്ട് ഗ്രോത്തിന്. കാർബോ അനിമാലിസും പ്ലംബം അയോഡ്, എല്ലാ അയോഡ് ഗ്രൂപ്പും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല മെഡിസിൻസ് ആണ്. പക്ഷെ മിക്കവാറും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ മെഡിസിൻ പ്ലസ് ഇതും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റിയും ഇതും. പക്ഷെ മിക്കവാറും റിസൾട്ട്സ് നമ്മളുടെ കേസുകളിൽ കിട്ടാറുണ്ട് ഹാർഡാണെങ്കിൽ. ഓക്കെ, അത് ഇതിനും ബാധകമാണ് കേട്ടോ. ഫൈബ്രോയിഡിനോമിക്കും ബ്രസ്റ്റ് ഹാർഡ് ആണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ ആലോചിക്കാം. സ്ക്രോഫുലേറിയയും കൂടി നല്ലൊരു മെഡിസിൻ ആണ്. മാസ്റ്റൈറ്റിസിന് ഫെലാൻഡിയം, ലാക്കനേനും ഫോസ്ഫറസ്. ഓക്കെ, മാസ്റ്റൈറ്റിസ്. ബാക്കി സൈലീഷ്യ ഇതൊക്കെ നമുക്കറിയാം. ഫൈറ്റോലക്ക് ഒക്കെ ഉണ്ടെങ്കിലും മാസ്റ്റൈറ്റിസിന് ഫെലാൻഡിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ലാക്കനേനും ഫോസ്ഫറസും. പെയിൻ ഇൻ ദ ബ്രസ്റ്റ്, മാസ്റ്റോഡൈനിയ, ലാക്കനൈനം, ചീമാഫില്ല, ഫോസ്ഫറസ്, സാൻഗ്രസ്, ഫെലാൻഡ്രിയം. ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു ഞാൻ കൊടുക്കുന്നത് എൻ്റെ പ്രിസ്ക്രിപ്ഷൻസിൽ വരുമ്പോൾ ആദ്യം ഫോസ്ഫറസ്. അത് അറിയാതെ വരും, അത്രയും എക്സ്പീരിയൻസ് ആയിരുന്നു, ചിലപ്പോൾ അറിയാതെ പോലും ആ ഒരു മെഡിസിൻ വരും. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള മെഡിസിൻസ് മെർക്കോറ്, മെക്സോള്,
സൈലീഷ്യ, ഇതൊക്കെ നമ്മളുടെ വരും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാക്ടിനിനം, ലാക്ടിക് ആസിഡ് ആണ്. അതെ, ലാക്ടിക് ആസിഡ്, ചിമാഫില, ഫോസ്ഫറസ്, അങ്ങനെ ഇതിൽ വരും. ഫെലാൻഡ്രിയം, ട്യൂമേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. തൈറോയിഡ് ഓൾസോ. ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈബ്രോയിഡിനെയും, തൈറോയിഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. പ്ലംബമൈഡ്, സിറിനം. ഓക്കെ, menopause symptom, euphorianum, estrogen, ജബറാൻഡീസ്, സിംഗം വലേറിയാനം. മെനോപോസിന്റെ ലാക്കസിസും ഹോട്ട് ഫ്ലഷസ് ലാക്കസിസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ മെഡിസിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കളയരുത്. നമ്മള് ഒരു മെഡിസിൻ, രണ്ട് മെഡിസിൻ, അല്ലെങ്കിൽ ടോട്ടാലിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വെരി വെൽ. കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുക്കേണ്ടതാണ്. മെനോപോസൽ ഇഷ്യൂസും മെനോപോസൽ നമ്മുടെ സൈക്കോളജിക്കൽ എഫക്ട്സിനൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കാം. പക്ഷെ ഇതാ പറയുന്നത്, ദിസ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അക്യൂട്ട്. അതുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസിന്റെ കൂടെ, അതിന്റെ കൂടെ നമുക്ക് ഈസ്ട്രോജൻ കൊടുക്കാം. ഈസ്ട്രോജൻ ഒക്കെ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് വജൈനയിലൊക്കെ ബേണിംഗ് സെൻസേഷൻസ് വരുമ്പോൾ, വജൈനയിൽ ഈസ്ട്രോജൻ മെനോപോസിന്റെ സമയത്ത് വജൈനയിൽ ഡ്രൈനസ് വരും, പക്ഷെ ബേണിംഗ് ഉണ്ടാവും. ബേണിംഗ് ഒക്കെ വരുമ്പോൾ ഈസ്ട്രോജൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നെക്സ്റ്റ് മസ്കറ്റ് ഡ്രൈനസിന്, മെനോപോസിന്റെ ഡ്രൈനസ് ഒക്കെ വരുമ്പോൾ, മെനോപോസിന്റെ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ മാറാൻ തന്നെ നെക്സ്റ്റ് മസ്കറ്റ് നല്ലതാണ്. ഫ്ലഷിങ്, സമ്പൽ. ഓക്കെ, സമ്പൽ മെഡിസിൻ ഉണ്ട്. അമൈൽ നൈട്രേറ്റ് നമുക്കൊരു മെഡിസിൻ ആണ്. സമ്പൽ എന്ന് പറയുന്ന മെഡിസിൻ കൊളസ്ട്രോളും കുറയ്ക്കും. ജബ്രാൻഡി, മെങ്കാനം അസറ്റിക്കം ഒക്കെ ഫ്ലഷസ് വരുമ്പോൾ നമ്മൾ ലാക്കസിന്റെ കൂടെ ചിന്തിക്കണം. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് 30 പൊട്ടൻസിയിൽ. ആ ഹോർമോൺ ആണത്. നോസോട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് എപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടും. ചിലപ്പോൾ അവർ പറയും, ഡോക്ടർ ഈ ചൂട് വരുമ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ നമുക്കൊരു പാൽപിറ്റേഷൻ വരും. അത് എപ്പോഴും അങ്ങനെയുള്ള കേസുകൾ വളരെ റെയർ ഒന്നുമല്ല, എന്നാലും കുറവാണ് വരുന്നത്. ഉണ്ട്, നല്ലോണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിംറ്റംസ് കിട്ടണം. എനിക്ക് ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ഒരു 4 or 5 കേസുകളേ ഉള്ളൂ. പക്ഷെ 5 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്താണ് വരുന്നത്. ദാറ്റ് ഇസ് കൗണ്ട്സ് ലോട്ട്. അമൈൽ നൈട്രിക്കും ലാക്കസിസും. മെനോപോസ് വിത്ത് ഫ്ലഡിങ്, അതായത് ബ്ലീഡിങ് നിൽക്കില്ല. സെഡമാക്രെ, ട്രില്ലിയം, അസ്റ്റിലാഗോ, അർജന്റം മെറ്റ്. പ്രിക്കേറിയസ് പ്യൂബർട്ടി, നേരത്തെ തന്നെ ആവണത്, സബാഡില. ഡിലൈഡ് മെനാർക്കെ, പൾസാറ്റിലും സൈലീഷ്യം, ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. ഡിസ്മെനോറിയ, നെഫാലിയം, കാലി പെർമാംഗനേറ്റം. ഈക്വലി ഇമ്പോർട്ടൻറ്റ് വിത്ത് എനി അതർ മെഡിസിൻസ്. ബ്രസ്റ്റ് ടെൻഡർ. സമയമുണ്ടോ? ഇനി 7 മിനിറ്റേ ഉള്ളു. ഒരു 2 മിനിറ്റ് കൂടി. ഈ സ്ലൈഡ് നമുക്ക് തീർക്കാം പോരെ? ഓക്കെ, ബ്രസ്റ്റ് ടെൻഡർ ഡ്യൂറിങ് മെൻസസ്. ഫസ്റ്റ് മെഡിസിൻ കാൽക്കേരിയ, അല്ലെ? അതിന്റെ കൂടെ ലാക്കനൈനം, പൾസാറ്റ്ലം, മ്യൂറക്സ്, സെൻസിറ്റീവ് ഈവൻ ടു ദ ടച്ച്. ലാക്കസിസ് ഉണ്ട്, പക്ഷെ മ്യൂറക്സിന്റെ സെൻസിറ്റിവിറ്റി ഇസ് വെരി ഫേമസ്. അപ്പൊ മ്യൂറക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ടെൻഡർനെസ്, ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ ആയിരിക്കും. ടെൻഡർനെസ്, ഹാർഡ്നെസ്സും ഒന്നുമില്ല. സോ ദിസ് മെഡിസിൻസ് ക്യാൻ ബി തോട്ട് അബൌട്ട് ഇറ്റ്. ഈ ടെൻഡർനെസ് മെൻസസ് വന്നു കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ കാൽക്കേരിയ ഇറ്റ്സ് എ PQRS സിംറ്റം. പക്ഷെ അല്ലാത്ത സമയത്ത് ലാക്കനൈനും പൾസാറ്റിലും മ്യൂറക്സും നമുക്ക് നല്ലോണം ചിന്തിക്കാവുന്നതാണ്. കഫ് ഡ്യൂറിങ് മെൻസസ്. എഗെയിൻ ഗ്രാഫൈറ്റിസ്. എന്തോരം മെഡിസിൻ ആണ് ഈ ഗ്രാഫൈറ്റിസും ഫോസ്ഫറസും അങ്ങനെയുള്ള നമ്മൾ കൊടുക്കരുത്. ഗ്രാഫൈറ്റിസ് ഒന്നും റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്തോരം മെഡിസിനാണ്, എന്തോരം സ്ഥലത്താണ് ഈ ഗ്രാഫൈറ്റിസ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. എസ്പെഷ്യലി ഫീമെയിൽ കംപ്ലയിൻസിൽ, സ്കിൻ കംപ്ലയിൻസിൽ. ഗ്രാഫൈറ്റിസ് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോ. 30 പൊട്ടൻസി. അതിന്റെ മുകളിലുള്ളതിന് ഞാൻ ഗ്യാരണ്ടി എടുക്കൂല. 30 പൊട്ടൻസി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വിളിച്ചു.
കഫ് ഡ്യൂറിങ് മെൻസസ്, ഗ്രാഫൈറ്റിസ്. കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിങ് മെൻസസ്, അഗെയിൻ ഗ്രാഫൈറ്റിസ്. മെൻസസിന്റെ സമയത്ത് പേഷ്യന്റ് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ നമ്മൾ നോക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിങ് മെൻസസ്, ഗ്രാഫൈറ്റിസും പ്ലംബോ. ഓക്കെ. backache during menses, Helonius. Okay. Senesa medicine ഉണ്ട്. backache during menses. അതിന്റെ കൂടെ ഒരു മെഡിസിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. ഹെലോണിയസ് തന്നെ വേറൊരു മെഡിസിനും കൂടി ഞാൻ എഴുതാൻ വിട്ടുപോയി. ഓക്കെ. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. ആഫ്റ്റർ മെൻസസ് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിൽ വരും വെജൈനയിലും സെർവിക്സിലും ഒക്കെ. ടാരന്റുല അങ്ങനെയുള്ള കേസുകൾക്ക് ടാരന്റുല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നമുക്ക് നിർത്താം. ഇനിയിപ്പോ 4 മിനിറ്റേ ഉള്ളൂ ഡോക്ടറെ. നമുക്ക് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ, എന്തെങ്കിലും സംശയം ഈ ഇത്രയും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. 4 മിനിറ്റേ ഉള്ളൂ. ഹാൻഡ് റൈസ് ചെയ്യണം. സാർ, ആദ്യം കാണിച്ച ആ ഒരു കേസിന് സാറ് ഡയബറ്റിക് അൾസറിന് ഏത് മരുന്നായിരുന്നു കൊടുത്തത് സാർ? മാഡം, അത് ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുത്തതാ. ഒരു മിക്സ് അല്ല, 4 മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഗൺ പൗഡർ കൊടുത്തിട്ടുണ്ട്, സൈലീഷ്യ കൊടുത്തിട്ടുണ്ട്, ആസാൽബ് കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കൊടുത്ത മെഡിസിൻ മെർക്സോൾ കൊടുത്തിട്ടുണ്ട്, സിഫിലിനം കൊടുത്തിട്ടുണ്ട്, സൈലീഷ്യ 30 കൊടുത്തിട്ടുണ്ട്, ഗൺ പൗഡർ കൊടുത്തിട്ടുണ്ട്, ഇച്ചിനീഷ്യ ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മെഡിസിൻ 2 hourly കൊടുത്തത്. ഒരു 10 ദിവസത്തേക്ക്, ഒരു 8 ഒരാഴ്ചത്തേക്ക് 2 hourly. പിന്നെ ഇച്ചിനീഷ്യ 4 നേരം കൊടുത്തിട്ടുണ്ട്. ബാക്കി മെഡിസിൻസ് എല്ലാം 2 hourly കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത്, പിന്നെ അത് 4 നേരം ആക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ്ങിന് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അവരവിടെ ചെയ്തത്, ഹോസ്പിറ്റലിൽ ചെയ്തത് ഡ്രസ്സിങ്. അത് ബിറ്റാഡിൻ ഡ്രസ്സിംഗ് ആണ്. ഓക്കെ. കാരണം വെച്ചാൽ ആ പേഷ്യന്റ് എൻ്റെ അടുത്തല്ല, ഞാൻ കണ്ടുപോലില്ല വൂണ്ട്. പക്ഷെ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തന്ന ഇതുണ്ട് എൻ്റെ അടുത്ത്. അവരിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്ന് കഴിച്ച് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പെയിനും സ്വെല്ലിങ്ങും മാറി. പിന്നെ അതിന്റെ ഇടയ്ക്ക് അവർ പോയിട്ട് ഒന്ന് ഡ്രസ് ചെയ്തു. അപ്പൊ തന്നെ 4-5 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ ഡ്രസ് ചെയ്യും. ഒരു ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഡ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴും ഡ്രസ് ചെയ്തപ്പോൾ ഗ്രാനുലേഷൻ ടിഷ്യൂ കൂടുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തില്ല. ഇന്നലെയാണ്, പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഇന്നലെയാണ് അവർ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നത്. കംപ്ലീറ്റ് ഈ പിക്ചർ ഇട്ട് തന്നത്. അപ്പൊ ഡ്രസ്സിങ്ങിൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ അടുത്താണെങ്കിൽ നമുക്ക് കലണ്ടറിൽ ഇച്ചിനേഷ്യ വെച്ചിട്ടുണ്ട് ഞാൻ ഡ്രസ് ചെയ്യാറ്. കുറുക്കുമ, കലണ്ടറില, ഇച്ചിനേഷ്യ, ഇത് 3 വെച്ചിട്ട് ഞാൻ ഡ്രസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഡ്രസ്സിങ്ങും അവര് ബെറ്റാഡിൻ വെച്ചിട്ടാണ് അവർ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. മെഡിസിൻ നമ്മളുടെ പോയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ തന്നെ അവരൊരു 2 മാസം 3 മാസമായിട്ട് ഇത് നമുക്കെടുത്ത് കളിക്കുകയാണ്. അവർ കംപ്ലീറ്റ് സ്കൂപ്പ് ചെയ്തു, ബസ്സൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. മെഡിസിൻസ് ഒന്നും അവർക്ക് കാര്യമായിട്ടില്ല, ഡ്രസ്സിങ്ങിൽ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു ആന്റിബയോട്ടിക്സ് പെയിൻ വരാതെ എന്തോ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മെഡിസിൻ തുടങ്ങിയപ്പോൾ അവരത് നിർത്തി. പെയിൻ ഒക്കെ കുറഞ്ഞപ്പോൾ അത് അവർ നിർത്തി. സെനേഷ്യോ ഓറിയസ് ആണ് കേട്ടോ ആ മെഡിസിൻ. ആ മെഡിസിൻ സെനേഷ്യോ ഓറിയസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടുള്ളത്. 5 മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പൊ അതില് സിംഗിൾ മെഡിസിൻകാരൊന്നും എൻ്റെ അടുത്ത് പരിഭവിച്ചിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ച് അതൊന്നും അല്ല. റിസൾട്ട് കണ്ടു. 17 ദിവസത്തെ മെഡിസിനെ ഞാൻ കൊടുത്തത്. പിന്നെ ഫോട്ടോ വന്നപ്പോൾ 2 ദിവസം കൂടി വൈകി. ഈ ഒരു 15 ദിവസത്തിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കിയത് തന്നെ അതിന് ആരെന്നെ എന്ത് തെറിയാലും കുഴപ്പമില്ല. എന്തായാലും ഒരു വളരെ അഭിഷേകരമായ ഒരു കേസാണ് അത് സാറ്. സാറിന് ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ടിരുന്നു. എന്നാലും അന്നേരം അതിശയം തോന്നിയത്. ഇത് കുർക്കുബിറ്റ വെരി ഗുഡ് മെഡിസിൻ ഫോർ വേംസ് എന്ന് ചാറ്റ് ബോക്സിൽ കിടക്കുന്നു. ഉണ്ടാവും. അത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാനത് നോക്കിയിട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല മെഡിസിൻ. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടു.
ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ സമയം ഇനി 1 മിനിറ്റേ ഉള്ളൂ. ഹാൻഡ് റൈസ് ചെയ്യണ സംശയമുള്ളവര്. ഇല്ലെങ്കിൽ സാറിന് നന്ദി പറയുന്നതിന് ഹ്യൂബർട്ട് ഡോക്ടറാണോ ഉള്ളത്? ഹ്യൂബർട്ട് ഡോക്ടർ അതോ അനിൽകുമാർ ഡോക്ടറാണോ IFPS ടെക് ആയിട്ടുള്ള? അഫ്സൽ കുറച്ചു നാളായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ. അഫ്സല് സാറിനൊരു നന്ദി പറയാവോ? അഫ്സൽ. മാഡം ദാറ്റ് ലംബാറിന്റെ വേറൊരു ക്ലാസ് വരുന്നുണ്ട്. ഐ എം പ്രിപ്പയറിംഗ് ഓൺ ഇറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് വരുന്നുണ്ട്, ബാക്ക് ഏക്കും ലംബാർ. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ലംബാറിൽ വേറെ കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്നത് കൊബാൾട്ടം, എവർ ഗ്രീൻ മെഡിസിൻ ആണ്. ടു ട്രൈ ദാറ്റ്. കൊബാൾട്ടം 3x2. ഇപ്പൊ കൊബാൾട്ടം 3x230 ആണ് ഇപ്പൊ എന്റെ കൂടുതൽ. ബാക്കി കുറെ ഉണ്ട്, അതൊരു ടോപ്പിക് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം. ലംബാഗോ ആൻഡ് അതർ തിങ്സ്. പ്രശോഭൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. പ്രശോഭൻ ഡോക്ടർ. പ്രശോഭൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കോ ഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുന്നില്ലേ? പ്രശോഭൻ ഡോക്ടർ. എന്തായാലും പതിവ് പോലെ തന്നെ വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് നമുക്ക് തന്നത്. ഇനിയിപ്പോൾ സാർ ഇതിൻ്റെ ബാക്കി ഉടനെ തന്നെ ബാക്കി ഇതുമായിട്ട് ഈ ഫീമെയിൽ കംപ്ലൈൻസിന്റെ തന്നെ ബാക്കി എടുക്കുമല്ലോ സാർ? ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് 11-ാം തീയതിയോ 12-ാം തീയതിയോ എന്റെ പബ്ലിക്കിനുള്ള ഒരു സൂം മീറ്റിംഗിന് തുടങ്ങുകയാണ്. ഒരു സെഷൻ, അതായത് പ്യൂർലി ഫോർ പബ്ലിക്. നമ്മളുടെ സ്കിന്നും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. എനിക്കൊരു 10 days എന്തായാലും ഞാൻ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് എനിക്ക് സമയം തന്നേക്കണം. എന്നാലും എനിക്ക് ആ ലംബാഗവും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കേസുകളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനുണ്ട്. പ്ലസ് സ്കിന്ന്, കോസ്മെറ്റിക്സ് ഒക്കെ പബ്ലിക്കിന് വേണ്ടി മാത്രമായിട്ടൊരു സെഷൻ വരിക. ഡോക്ടേഴ്സിന് കയറാം, പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾ, ഇത് പബ്ലിക്കിന് മാത്രമായിട്ടൊരു ഇത് വരിക. പേഷ്യൻസിനെ ഉദ്ദേശിച്ചാണോ ഡോക്ടർ? പേഷ്യൻസ് അല്ല, നത്തിങ് ഡൂയിങ് വിത്ത് പേഷ്യൻസ്. ഇത് ഹോമിയോപ്പതിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പബ്ലിക് അറിയണ്ടേ. ബേസിക്കലി ഓൺലി എൻട്രി ബാക്കിയുള്ളവർക്ക് ഡോക്ടേഴ്സിനൊക്കെ കയറാം, പക്ഷെ അവിടെ മെഡിസിനും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് പബ്ലിക് അവയർനെസ്സിൽ നമ്മളുടെ വെൽനെസ്, നമ്മളുടെ ടിഷ്യൂ റെമഡീസിന്റെ ആക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അത് പബ്ലിക്കിന്റെ ലാംഗ്വേജിൽ, പബ്ലിക്കിന്റെ ഇതിൽ. നന്ദി സാർ. ഏതായാലും ഇന്നത്തെ നമ്മുടെ 1858-ാം പ്രതിദിന സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. സാറ് പതിവ് പോലെ വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് എടുത്തത്. അതുപോലെ ആ കേസ് വളരെ അതിശയകരമായ ഒരു കേസാണ് സാറ് പ്രസന്റ് ചെയ്തത്. അപ്പോൾ സാറിന് ഒരു 10 ദിവസത്തെ അവധി ഞങ്ങൾ തരികയാണ്. അതിനുശേഷം സാറ് വീണ്ടും വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എന്തായാലും സാറിന്റെ ഇത്രയും പ്രയത്നം പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നതിൽ അഭിനന്ദിക്കുന്നു സാറിനെ.